ഉൽപ്പത്തി 49 അധ്യായം. യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, ഒന്നിച്ചു കൂടുവിൻ. വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. യാക്കോബിൻ്റെ പുത്രന്മാരെ, ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിനെ ശ്രദ്ധിക്കുവിൻ. റൂബൻ, നീ എൻ്റെ ആദ്യജാതനാണ്, എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആരംഭവും, പ്രാഗൽഭ്യത്തിൻ്റെ മഹത്വവും ശക്തിയുടെ മഹത്വവും. വെള്ളം പോലെ അസ്ഥിരനായ നീ പ്രഥമസ്ഥാനീയനാകില്ല. എന്തെന്നാൽ നീ നിൻ്റെ പിതാവിൻ്റെ കിടക്കയിൽ കയറി. അതെ, എൻ്റെ ശയ്യ നീ അശുദ്ധമാക്കിയ കയറ്റം. ശിമയോനും ലേവിയും സഹോദരന്മാരാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനയിൽ എൻ്റെ ആത്മാവ് പങ്കുകൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ മഹത്വം ചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യനെ കൊന്നു. തങ്ങളുടെ സ്വാർത്ഥ സന്തോഷത്തിന് അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി. ശക്തമായിരുന്നതുകൊണ്ട് അവരുടെ കോപവും ഉഗ്രമായിരുന്നതുകൊണ്ട് അവരുടെ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വീതം വയ്ക്കും, ഇസ്രായേലിൽ ഞാൻ അവരെ ചിതറിക്കുകയും ചെയ്യും. നീയോ യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ അംഗീകരിക്കും. നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ പിടലിയിലായിരിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്നെ കുമ്പിടും. യൂദാ ഒരു യുവസിംഹമാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് ഉയർന്നു വരുന്നു. അവൻ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങി വിശ്രമിക്കുന്നു. അവനെ ആര് ഉണർത്തും? യൂദായിൽ നിന്ന് ചെങ്കോൽ വിട്ടകലുകയില്ല. അധികാരദണ്ഡ് അവൻ്റെ പാദങ്ങൾക്കിടയിൽ നിന്നും. അവൻ ഷീലോയിൽ വന്നെത്തുന്നതുവരെ ജനങ്ങളുടെ അനുസരണം അവന് സ്വന്തമായിരിക്കും. അവൻ തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിൽ കെട്ടിയിടും, തൻ്റെ കഴുതക്കുട്ടിയെ ദ്രാക്ഷാവള്ളിയിലും. അവൻ തൻ്റെ ഉടുപ്പ് മുന്തിരിച്ചാറിൽ കഴുകും, തൻ്റെ മേലങ്കി ദ്രാക്ഷാരസത്തിലും. വീഞ്ഞിനേക്കാൾ തിളക്കമുള്ള കണ്ണിണ, പാലിനേക്കാൾ വെളുത്ത ദംഷ്ട്രദ്വയം. സെബുലൂണാകട്ടെ കടൽ തീരത്തു വസിക്കും. അവൻ കപ്പലുകൾക്ക് തീരമായിരിക്കും. സീദോനുമേലും അവൻ്റെ അതിർത്തിയായിരിക്കും. ഇസ്സാക്കർ എല്ലുള്ള ഒരു കഴുതയാണ്. അവൻ 2 ആലകൾക്കിടയിൽ വിശ്രമിക്കുന്നു. വിശ്രമസ്ഥലം നല്ലതെന്ന് അവൻ കണ്ടു, ദേശം മനോഹരമാണെന്നും. അതുകൊണ്ട് അവൻ ചുമടെടുക്കാൻ തൻ്റെ ചുമൽ കുനിച്ചു. കൂലിവേല ചെയ്യുന്ന ഒരു കരാറു പണിക്കാരനായി. ദാൻ സ്വജനത്തിന് ന്യായം നടത്തിക്കൊടുക്കും, ഇസ്രായേലിലെ ഗോത്രങ്ങളിലൊന്നിനെപ്പോലെ. ദാൻ വഴിവക്കിൽ സർപ്പമായിരിക്കട്ടെ, പാതയോരത്ത് അണലിയും. അവൻ കുതിരയുടെ കുതികാലുകൾ കടിക്കും, കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും. കർത്താവേ, ഞാൻ അങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ഗാദിനെപ്പറ്റി കവർച്ചക്കാർ അവനെ കൊള്ളയടിക്കും, എന്നാൽ അവൻ പതിയിരുന്ന് ആക്രമിക്കും. ആഷേറിനെപ്പറ്റി അവൻ്റെ ആഹാരം സമ്പുഷ്ടമായിരിക്കും. രാജാവിനുള്ള വിശിഷ്ട വിഭവങ്ങൾ അവൻ പ്രദാനം ചെയ്യും. നഫ്താലി സ്വച്ഛന്തതയുള്ള ഒരു പേടമാനാണ്. അവൻ മൃദുലോക്തികൾ പൊഴിക്കുന്നു. ജോസഫ് ഒരു ഫലവൃക്ഷകുമാരനാണ്, നീരുറവയ്ക്കുമീതെയുള്ള ഫലവൃക്ഷകുമാരൻ. ശാഖാകുമാരികൾ മതിലിനു മീതെ പന്തലിക്കുന്നു. വില്ലാളി വീരന്മാർ അമ്പെയ്ത് അവനെ തിക്തതയിലാഴ്ത്തി. അവർ അവനോട് ശത്രുത പുലർത്തി, എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചുനിന്നു. അവൻ്റെ കൈപ്പത്തികൾ അയവുള്ളതായി. യാക്കോബിൻ്റെ ശക്തനായവൻ്റെ കൈകളിൽ നിന്ന്, ഇസ്രായേലിൻ്റെ പാറയായ ഇടയൻ ഉള്ള ഇടത്തുനിന്ന്, നിന്നെ സഹായിക്കുന്ന നിന്റെ പിതാവിൻ്റെ ദൈവത്തിൽ നിന്ന്, നിന്നെ അനുഗ്രഹിക്കുന്ന സർവശക്തനോടൊത്ത് ഉന്നതത്തിൽ നിന്ന് ആകാശങ്ങളുടെ അനുഗ്രഹങ്ങൾ, അഗാധത്തിൽ വിശ്രമിക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ, മാറിടത്തിൻ്റെയും ഉദരത്തിൻ്റെയും അനുഗ്രഹങ്ങൾ, നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ, എൻ്റെ പർവ്വതങ്ങളുടെ അനുഗ്രഹങ്ങൾക്കുമേൽ നിത്യശൃംഗങ്ങളുടെ സീമ വരെ വളരുന്നു. അവ ജോസഫിൻ്റെ ശിരസിൽ ആയിരിക്കട്ടെ, സ്വസഹോദരരുടെ നേതാവിൻ്റെ മൂർധാവിൽ തന്നെ. ബെഞ്ചമിൻ ആർത്തിയുള്ള ഒരു ചെന്നായയാണ്.
അവൻ രാവിലെ കൊള്ളയടിക്കുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും. ഇവരെല്ലാമാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ. അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത്. അദ്ദേഹം അവരെ പ്രത്യേകം അനുഗ്രഹിച്ചു. തൻ്റെ സംപ്രീതിക്കനുസൃതം അവരെ അനുഗ്രഹിച്ചു. അദ്ദേഹം അവരോട് കൽപ്പിച്ചരുളി, ഞാൻ എൻ്റെ ജനത്തോട് ചേരുകയാണ്. എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് ഹിത്യനായ എഫ്രോണിൻ്റെ പറമ്പിലുള്ള ഗുഹയിൽ എന്നെ സംസ്കരിക്കണം. കാനാൻ ദേശത്ത് മാമ്രേയ്ക്ക് മുമ്പിലായി മക്പലായുടെ പറമ്പിലുള്ള ആ ഗുഹയിൽ തന്നെ. അബ്രാഹം കല്ലറയ്ക്കുള്ള അവകാശമായി ഹിത്യനായ എഫ്രോണിൽ നിന്ന് വാങ്ങിയതാണ് ആ പറമ്പ്. അബ്രാഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറായെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത്. അവിടെ തന്നെയാണ് ഇസഹാക്കിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റെബേക്കായെയും സംസ്കരിച്ചത്. ഞാൻ ലയായെ സംസ്കരിച്ചതും അവിടെ തന്നെ. ആ പറമ്പിൻ്റെയും അതിലുള്ള ഗുഹയുടെയും കൈവശാവകാശം ഹിത്യരുടെ പക്കൽ നിന്നുള്ളതാണ്. തൻ്റെ പുത്രന്മാരോട് കൽപ്പിക്കാനുള്ളത് പൂർത്തിയാക്കി യാക്കോബ് തൻ്റെ കാലുകൾ കിടക്കയോട് ചേർത്തു. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ച് തൻ്റെ ജനങ്ങളോട് ചേർന്നു.